ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. NIFTEM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സമയമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത സമയമാണ്. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അവിടെ തന്നെ BTech പ്രോഗ്രാമുകളുണ്ട്, MTech പ്രോഗ്രാമുകളുണ്ട്, PhD പ്രോഗ്രാമുകളുണ്ട്, MBA പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാമുകളുടെയൊക്കെ അഡ്മിഷൻ്റെ സമയമാണ്. ഇതിൽ തന്നെ BTech പ്രോഗ്രാമിന് ജൂൺ 30 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് അതാണ്. MBA പ്രോഗ്രാമുകളോ MTech പ്രോഗ്രാമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ജൂൺ 2 വരെയാണ് സമയമുള്ളത്. അതുപോലെ PhD പ്രോഗ്രാമുകൾക്കൊക്കെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. 2015 ഈ ഒരു സ്ഥാപനം നിലവിൽ വന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ടെക്നോളജി അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD പോലുള്ള പ്രോഗ്രാമുകളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് NIFTEM ആണ്. അതിൽ തന്നെ നമുക്ക് പ്രോഗ്രാമുകൾ നോക്കാം. ഇവിടെ നോക്കാം, നിങ്ങൾ അക്കാദമിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് BTech, MTech, MBA എന്നൊക്കെ കണക്കാക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ MBA പ്രോഗ്രാം നോക്കാം. MBA പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് പറയുന്നതിനുള്ള കാര്യം നോക്കാം. അതിൽ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. MBAയുടെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് ഗ്രാജുവേഷനാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വലൻറ്റ് വിത്ത് മിനിമം ഓഫ് 50% മാർക്ക് എന്ന് പറയുന്നുണ്ട്. SC/ST കാറ്റഗറിക്കാണെങ്കിൽ 45% മാർക്ക് ഉണ്ടെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് MBA പ്രോഗ്രാമിന്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ടു ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഒന്നെങ്കിൽ CATൻ്റെ സ്കോറ്, അല്ലെങ്കിൽ മാറ്റിൻ്റെ സ്കോറ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്കോറ് പരിഗണിച്ചിട്ടാണ് അഡ്മിഷന് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി CATും മാറ്റും എഴുതാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവിടെ ഒരു ഇൻറ്റേർണൽ ടെസ്റ്റ് ഫോർ നോൺ CAT അല്ലെങ്കിൽ മാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവർക്കും അവിടെ ഒരു ഇൻറ്റേർണൽ ടെസ്റ്റ് എഴുതിയിട്ടും അഡ്മിഷന് വേണ്ടി പോകാവുന്നതാണ്. അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷം പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതുപോലെ പാസ്റ്റ് അക്കാദമിക് പെർഫോമൻസിൻ്റെയൊക്കെ ബേസിൽ, അതുപോലെ വർക്ക് എക്സ്പീരിയൻസിൻ്റെയൊക്കെ ബേസിലായിരിക്കും ലാസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ഈ പറയുന്ന MBA കാൻഡിഡേറ്റ്സിൻ്റെ ഇടുന്നുണ്ടാവുക. ഈ ടെസ്റ്റിലാണെങ്കിൽ ലോജിക്കൽ റീസണിങ്, അല്ലെങ്കിൽ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, വെർബൽ എബിലിറ്റി, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഓൾമോസ്റ്റ് നമുക്ക് CAT മാറ്റിനൊക്കെ വരുന്ന അതേ സിലബസ് തന്നെയാണ് ഇതിൻ്റെയും എക്സാമിനേഷനുള്ള സിലബസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകളാണെങ്കിൽ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ MBAക്കാണ് നോക്കുന്നത്, കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള MBA പ്രോഗ്രാമുകളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പറയുന്ന MBA പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം ഇത് നോർമൽ MBA പോലെയല്ല, ഡ്യുവൽ സ്പെഷ്യലൈസേഷനാണ് ഈ ഒരു MBA പ്രോഗ്രാമിൽ വരുന്നത്. ആദ്യമായിട്ട് പറയുന്നത് കമ്പൽസറി ആയിട്ട് ഫുഡ് ആൻഡ് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. പിന്നെ ഓപ്ഷണലായിട്ട് വരുന്നത് ഒന്നെങ്കിൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഫിനാൻസ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇത്തരത്തിലാണ് ഡുവൽ സ്പെഷ്യലൈസേഷൻ വരുന്നത്. ഈ രീതിയിലുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള MBA പ്രോഗ്രാമാണുള്ളത്. ടോട്ടൽ 25 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ജനറൽ കാറ്റഗറിക്ക് 12, OBCക്ക് 7, SCക്ക് 4, STക്ക് 2 എന്ന രീതിയിലാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതുകൊണ്ട് തന്നെ സംവരണം അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് BTech പ്രോഗ്രാമിനെ കുറിച്ചാണ്. BTech പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യാലിറ്റി +2 കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്ന 4 വർഷത്തെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് BTech വരുന്നത്. ഈ BTech പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ JEE മെയിൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വെരി കോമ്പറ്റേറ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഈവൻ സിലബസും പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഏതൊക്കെ വിഷയങ്ങളിലാണുള്ളത്, ഓരോ സെമസ്റ്ററുകളിലും എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ BTech പ്രോഗ്രാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം JEE മെയിൻ ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം BTech പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തും പല സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയ കോഴ്സുകളുണ്ട്. പല യൂണിവേഴ്സിറ്റിയിലും, ഇപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ ഉണ്ട്, പല കോളേജുകളിലും പല യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ഒക്കെ ഈ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലുണ്ട്, അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് രാജ്യത്ത് തന്നെ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാപനം എന്ന് പറയുന്നത് അതാണ് നമ്മളത്തെ പറഞ്ഞ NIFTEM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്ഥാപനം. അപ്പോൾ നമ്മൾ MBA പ്രോഗ്രാമിൻ്റെ അഡ്മിഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ BTech പ്രോഗ്രാമിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഇനി വരുന്നത് MTech പ്രോഗ്രാമാണ്. MTech പ്രോഗ്രാം കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ ഒരു MTech പ്രോഗ്രാം മാത്രമല്ല ഉള്ളത്, ഒന്നിലധികം 5ഓളം MTech പ്രോഗ്രാമുകളുണ്ട് സ്പെഷ്യലൈസ് ചെയ്തില്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്.
MTech ഇൻ ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ്, അതുപോലെ MTech ഇൻ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, MTech ഫുഡ് പ്ലാന്റ് ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, MTech ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, MTech സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇങ്ങനെ 5 MTech പ്രോഗ്രാമുകളാണ് MTechൻ്റെ കാറ്റഗറിയിൽ ഇവിടെ വരുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റെലവൻറ്റ് ഡിസിപ്ലിൻ എന്ന് പറയുന്നുണ്ട്. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഓരോ MTech പ്രോഗ്രാമിൻ്റെയും മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. MTechൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് BTech അല്ലെങ്കിൽ BE എന്ന് പറയുമ്പോഴും അത് ഏതിലൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ ഓരോന്നോരോന്ന് വായിക്കുന്നില്ല, നിങ്ങൾക്കിത് നോക്കി പോകാവുന്നതാണ്. പിന്നെ MTechൻ്റെ അഡ്മിഷൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഗേറ്റ് സ്കോറാണ്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയേഴ്സ് ഇതിൻ്റെ ബേസിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതിൽ തന്നെ ഗേറ്റ് സ്കോറിനെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ 70% കൺവേർട്ട് ചെയ്യാനാണ്. അതിലേക്ക് മൾട്ടിപ്ലൈയും പ്ലസ് ഒരു 30 മാർക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂവിനുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത ശേഷമായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിൽ നിന്നായിരിക്കും MTechന് വേണ്ടി അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ MTechനാണ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗേറ്റ് എക്സാമിനേഷൻ എന്തായാലും എഴുതണം. അത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ MBAക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാറ്റും മാറ്റും എഴുതുന്ന പോലെ തന്നെ MTechന് അഡ്മിഷൻ എടുക്കാവുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ ഗേറ്റ് എക്സാമിനേഷൻ എഴുതുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റുകൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഓൺലൈനായിട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അതിന് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾ വരേണ്ടത്. ഗേറ്റിൻ്റെ ഈ ഒരു ഇപ്പോൾ നിങ്ങൾ കാണും, ജസ്റ്റ് ഗൂഗിൾ കാണുന്ന അവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരും. ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന ശേഷം നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്ലേസ് കാണാം. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന വിൻഡോയിൽ നിന്നാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലേസിൽ നിന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അങ്ങനെ ഈ രീതിയിൽ BTech, അതുപോലെ MTech, അതുപോലെ MBA, PhD പോലുള്ള പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.